എല്ലാവർക്കും സ്പെക്സി ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും വീഡിയോൻ്റെ ടൈറ്റിൽ കണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ മൊബൈൽ ഡാറ്റ എങ്ങനെ നമുക്ക് ഡേറ്റ കേബിൾ യൂസ് ചെയ്ത് നമുക്ക് ലാപ്പിൽ ആക്സസ് ചെയ്യാം എന്നുള്ളൊരു ഫീച്ചർ ആയിട്ടാണ് ഞാൻ വരുന്നത്. നമ്മളിൽ എല്ലാവരും നമ്മൾ മൊബൈൽ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫൈ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഈ വൈഫൈ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഉണ്ടാകുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ അത് സെക്യൂർ അല്ല. ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു ഓപ്ഷനേ അല്ല ഈ വയർലെസ് വഴി നമ്മൾ ഹോട്ട്സ്പോട്ട് വഴി നമ്മൾ ഈ ഒരു മൊബൈൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മൾ മൊബൈൽ ഡാറ്റ ഹോട്ട്സ്പോട്ട് വഴി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് ഇൻ കേസ് നമ്മൾ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ ആരെങ്കിലും വൈഫൈ ഓണാക്കി വെച്ചേക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ വൈഫൈ ക്യാപ്ചർ ചെയ്ത് അവർക്ക് നമ്മുടെ വൈഫൈ യൂസ് ചെയ്ത് ഡൗൺലോഡ് അപ്ലോഡ് എന്ത് വേണോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡാറ്റ ലിമിറ്റും തീർന്നു പോകും. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ഡേറ്റ കേബിൾ യൂസ് ചെയ്ത് അഥവാ USB ടെതറിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ കൊണ്ടുള്ളൊരു ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി അത്യാവശ്യത്തിന് നമ്മൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്ത് നമുക്ക് ലാപ്പിൽ ആക്സസ് ചെയ്യണം. നമ്മൾ ഇൻ കേസ് നമ്മൾ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്ത് നമ്മൾ കണക്റ്റ് ചെയ്യുകയും നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വരുന്ന ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പവർ സോഴ്സ് കാണത്തില്ല. നമ്മൾ ലാപ്പിൻ്റെ ചാർജ് നമ്മൾ വറി ചെയ്യേണ്ടതായിട്ടുണ്ട്, മൊബൈൽ ഡാറ്റയുടെ മൊബൈലിൻ്റെ ചാർജ് നമ്മൾ വറി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഡേറ്റ കേബിൾ യൂസ് ചെയ്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് ഡിവൈസിൽ ഏതെങ്കിലും ഒരൊറ്റ ഡിവൈസിൻ്റെ ബാറ്ററീനെ കുറിച്ച് മാത്രം വറി ചെയ്താൽ മതി. കാരണം നമ്മൾ ഡേറ്റ കേബിൾ യൂസ് ചെയ്ത് ലാപ്പിൽ കണക്ട് ചെയ്ത് നമ്മൾ അവിടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഡിവൈസ്, അതായത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജിനെ കുറിച്ച് മാത്രം നമ്മൾ വറി ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു ഡേറ്റ കേബിൾ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലുള്ള മൊബൈൽ ഡാറ്റ ആ ഇൻ്റർനെറ്റ് സിഗ്നലിൽ ഈ ഒരു ഡേറ്റ കേബിൾ യൂസ് ചെയ്ത് നമ്മുടെ ലാപ്പിലോട്ട് പുഷ് ചെയ്യും. നമുക്ക് ആ ഒരു വീഡിയോയിലോട്ടൊക്കെ പോവാം. നമ്മുടെ ഡേറ്റ കേബിൾ ഞാനിപ്പോൾ ലാപ്പിൽ കണക്ട് ചെയ്തായിരുന്നു. ഇനി അതിന് മാററ്റം ഞാൻ എൻ്റെ ഫോണിൽ കണക്ട് ചെയ്യുകയാണ്. ഈ ഫോണിൽ കണക്ട് ചെയ്ത് ആ ഒരു സെക്കൻഡിൽ തന്നെ അത് ചാർജ് ആകുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ മൊബൈൽ ഡാറ്റ ഓണാണെന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓഫാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ ഡിവൈസാണ്. അതിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇത്രയും ഓപ്ഷൻസ് കാണാം. ആ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ കണക്ട് ഡിവൈസ് ദിസ് ഫോൺ, യൂസ് USB 4, ട്രാൻസ്ഫറിങ് ഫയൽസ്, USB ടെതറിങ്, MIDI, ട്രാൻസ്ഫറിങ് ഇമേജസ്, ചാർജ് ഫോൺ ഓൺലി. നമ്മൾ ട്രാൻസ്ഫറിങ് ഫയൽസാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയി കിടക്കുന്നത്. ട്രാൻസ്ഫറിങ് ഫയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ നമ്മൾ കണക്ട് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള ഫയൽസ് നമ്മൾ ലാപ്പിൽ കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ വൈസ് വെർസ. ഇത് നമുക്ക് USB ടെതറിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പാനലിൽ നിന്ന് വലിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഡയറക്റ്റ് സെറ്റിങ്സിൽ പോവുക, കണക്ഷൻ എടുക്കുക, അതിൽ മൊബൈൽ ഹോട്ട്സ്പോട്ട് ആൻഡ് ടെതറിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ USB ടെതറിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓഫായിരിക്കും, അത് ഓൺ ചെയ്യുക. നമുക്ക് അറിയാം ഇപ്പോൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓർ ടെതറിങ് ഈസ് ഓൺ. ഹോട്ട്സ്പോട്ട് പക്ഷേ ഓഫാണ്, ബട്ട് നമ്മുടെ USB ടെതറിങ് ഓൺ ആണ്. നമുക്കിനി ലാപ്പിലോട്ട് പോവാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ലാപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വൈഫൈയുടെ ഓപ്ഷൻ മാറിയിട്ട് നമ്മൾ എത്തർനെറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ലോഗോയാണ് കാണുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ വൈഫൈ ഓഫാക്കി. നമുക്കിവിടെ കാണാം നെറ്റ്വർക്ക് 3 കണക്റ്റഡ്. ഞാൻ ഇതിനു മുമ്പ് അല്ലാതെ 2 ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നെറ്റ്വർക്ക് 3 എന്ന് കാണിക്കുന്നത്. ഞാനിനി എൻ്റെ ലാപ്പിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മളിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുകയാണ്. അതിൽ നമുക്ക് നമ്മുടെ
നെറ്റ്വർക്ക് കണക്ഷൻസിലോട്ട് പോകാം. വൈഫൈ ഓഫാണ്, നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് നെറ്റ്വർക്ക് 3 കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോം എടുത്ത് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. സോ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡേറ്റ കേബിൾ യൂസ് ചെയ്താണ് നമ്മൾ നമ്മുടെ മൊബൈൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ എയർടെല്ലിൻ്റെ കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കാണാം, ഇത് 35-36 MB/s സ്പീഡ് അടുപ്പിച്ച് കിട്ടുന്നുണ്ട് 4G. അതും ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പീഡ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് 35. അല്ലെങ്കിൽ നോർമൽ യൂഷ്വലി ഡേ ടൈമിൽ നമുക്കൊരു 15-20 ആ ഒരു റേഞ്ചിലായിരിക്കും സ്പീഡ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ ഇതിന് വേറെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡേറ്റ കേബിൾ യൂസ് ചെയ്ത് നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്ത് കിട്ടുന്നതിനായിട്ട് കുറച്ചും കൂടി സ്പീഡ് കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യുമ്പോൾ വയർലെസ് വഴി കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡിസ്റ്റൻസ് വേരിയേഷൻ കാരണങ്ങളാലും നമുക്ക് ഈ സ്പീഡ് ഒരു സ്ലൈറ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഡേറ്റ കേബിൾ ആകുമ്പോഴത്തേക്ക് അത് വേറെ പുറത്തോട്ടൊന്നും വേറെ എക്സ്ട്രാ എക്സ്പോസ് ആവുന്നില്ല. ഡയറക്റ്റ് ആ സിഗ്നൽസ് നമ്മുടെ ഡേറ്റ കേബിൾ വഴി പുഷ് ചെയ്ത് ലാപ്പിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ കമൻറ്റ് ഫോർ മോർ ഇൻഫർമേഷൻസ്.